പൾസർ സുനിയുടെ കത്ത് കിട്ടിയ ദിവസം തന്നെ ഡിജിപി അറിയിച്ചിരുന്നതായി ദിലീപ്. ജാമ്യാപേക്ഷയിലാണ് ദിലീപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഡിജിപിയുടെ പേഴ്സണൽ നമ്പറിലാണ് വിളിച്ചത്. ഫോൺ സംഭാഷണം വാട്സ്ആപ്പ് ചെയ്ത് നൽകിയെന്നും ദിലീപ് ജാമ്യാപേക്ഷയിൽ പറയുന്നു. സാലി മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സാലി, എന്തൊക്കെ കാര്യങ്ങളാണ് ഇത്തരത്തിൽ ജാമ്യാപേക്ഷയിൽ ദിലീപ് വ്യക്തമാക്കിയിട്ടുള്ളത്? സൗമ്യ, ഇന്ന് ഉച്ചയ്ക്ക് ഹൈക്കോടതിയിൽ ദിലീപിന്റെ അഭിഭാഷകൻ സമർപ്പിച്ച ജാമ്യാപേക്ഷയിലെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ജാമ്യാപേക്ഷയുടെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിക്കുകയും ചെയ്തു. തന്റെ ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂഷൻ വാദങ്ങളെ എതിർത്ത് ഒട്ടേറെ കാര്യങ്ങൾ ദിലീപ് മുന്നോട്ട് വെക്കുന്നുണ്ട്. പൾസർ സുനി നാദിർഷയെ വിളിച്ച ശേഷം 20 ദിവസം കഴിഞ്ഞാണ് ബ്ലാക്ക്മെയിൽ പരാതിയുമായി ദിലീപ് പോലീസിനെ സമീപിച്ചത് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ഒരു പ്രധാന വാദം. ആ വാദത്തെ ദിലീപ് ഖണ്ഡിക്കുന്നു. എന്നാൽ ഇക്കാര്യം അന്ന് തന്നെ DGPയെ താൻ അറിയിച്ചിരുന്നു എന്നാണ് ദിലീപ് ജാമ്യാപേക്ഷയിൽ പറയുന്നത്. DGPയുടെ പേഴ്സണൽ നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് നൽകി, അത് ഏപ്രിൽ 10-നാണ് നൽകിയത് എന്നും ദിലീപ് ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, പൾസർ സുനിയും ദിലീപും ഒരേ ടവർ ലൊക്കേഷനിൽ വന്നത് ഗൂഢാലോചന നടത്താനായിരുന്നു എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ഒരു വാദം. ആ വാദത്തെയും ദിലീപ് ഖണ്ഡിക്കുന്നു. ഒരേ ടവർ ലൊക്കേഷനിൽ വന്നു എന്നത് ഗൂഢാലോചനയ്ക്ക് തെളിവല്ല. അതിന് ഉദാഹരണമായി പറയുന്നത്, അബാദ് പ്ലാസയിൽ റിഹേഴ്സൽ നടക്കുമ്പോൾ അബാദ് പ്ലാസയിൽ ദിലീപ് താമസിച്ചിരുന്നു. ആ ദിവസങ്ങളിൽ അന്ന് നടൻ മുകേഷിന്റെ ഡ്രൈവറായിരുന്നു പൾസർ സുനി. സ്വാഭാവികമായും മുകേഷ് ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഡ്രൈവറായ പൾസർ സുനി ആ ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ അന്ന് വന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഒരേ ടവർ ലൊക്കേഷനിൽ വന്നു എന്നത് ആ വാദത്തിൽ കഴമ്പില്ല, അത് ഗൂഢാലോചനയ്ക്ക് തെളിവാകില്ല തുടങ്ങിയ വാദമുഖങ്ങളാണ് ദിലീപ് ജാമ്യാപേക്ഷയിൽ നിരത്തുന്നത്. ദിലീപിന്റെ ജാമ്യാപേക്ഷയിലെ മറ്റു വിവരങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നതാണ്. അതിൽ തനിക്കെതിരെ സിനിമാ മേഖലയിൽ നടക്കുന്ന ഗൂഢാലോചന ഉൾപ്പെടെ ദിലീപ് ഈ ജാമ്യാപേക്ഷയിലെ മറ്റു ഭാഗങ്ങളിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മാത്രമല്ല, സിനിമാ മേഖലയിൽ ദിലീപിന്റെ അറസ്റ്റുണ്ടാക്കിയ പ്രത്യാഘാതവും പ്രതിസന്ധിയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മാത്രവുമല്ല, മാധ്യമങ്ങളും പോലീസും ചേർന്ന് ദിലീപിന്റെ മേൽ കുറ്റം കെട്ടിവെച്ചതാണ് തുടങ്ങിയ ആരോപണങ്ങളും ഒക്കെ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ട്. നാളെ ഒരു പക്ഷേ ഈ ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്ന ബെഞ്ച് ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ പരിഗണിച്ചേക്കാം. സാലി, നമുക്കറിയാം ആവർത്തിച്ച് ഈ വിഷയത്തിൽ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ദിലീപ് ആദ്യഘട്ടത്തിൽ നിന്നൊക്കെ വിഭിന്നമായി ഇപ്പോൾ ചില കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജാമ്യാപേക്ഷയിൽ. അത് കേസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ജാമ്യം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പ്രയോജനകരമാകും എന്ന് വിചാരിക്കുന്നുണ്ട്? സൗമ്യ, ഏതെങ്കിലും തരത്തിൽ ദിലീപിന് പ്രയോജനകരമാകും എന്ന് നിയമവിദഗ്ധർ പറയുന്നില്ല. അതിന് കാരണം വളരെ ആസൂത്രിതമായി തെളിവുകളും ഒക്കെ ശേഖരിച്ച് തന്നെയാണ് പോലീസ് പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകുന്നത്. കാരണം നാളെ സ്വാഭാവികമായും ഇത് പരിഗണിക്കുമ്പോൾ ദിലീപിന്റെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കും. അതിന് ശക്തമായ തെളിവുകളുമുണ്ട് എന്ന വാദം നിരത്തും. സ്വാഭാവികമായും ഓപ്പൺ കോടതിയിൽ ഈ തെളിവുകളെല്ലാം പ്രോസിക്യൂഷൻ സർക്കാർ അഭിഭാഷകൻ വിളിച്ചു പറയണമെന്നില്ല. പകരം ഈ നിർണായകമായ തെളിവുകൾ ഒക്കെ ഉൾപ്പെടുന്ന CD കേസ് ഡയറി മുദ്രവെച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസം ആദ്യ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു സാഹചര്യം. ഓപ്പൺ കോടതിയിൽ പ്രോസിക്യൂഷൻ വലിയ വാദങ്ങളൊന്നും ഉയർത്തിയില്ല. എന്നാൽ കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ പറഞ്ഞു, 4 വാള്യങ്ങളുള്ള കേസ് ഡയറി ഇതാ ഹാജരാക്കുന്നു, ഇത് പരിശോധിച്ചിട്ട് ദിലീപിന്റെ ജാമ്യം തള്ളണം, ദിലീപിനെതിരെ തെളിവുകളുണ്ട് എന്നായിരുന്നു അന്നത്തെ വാദം. സമാന സ്ഥിതി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കാരണം അന്ന് 4 വാള്യമായിരുന്നെങ്കിൽ തുടർച്ചയായി ഇത്രയും ദിവസങ്ങളിൽ കുറെ അധികം ആളുകളെ ചോദ്യം ചെയ്തിട്ടുണ്ട്, കുറച്ചധികം തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കേസ് ഡയറിയുടെ പരിഷ്കരിച്ച പതിപ്പ് തന്നെ സ്വാഭാവികമായും കോടതിയിലെത്തും. അത് ജഡ്ജി പരിശോധിക്കും. സ്വാഭാവികമായും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വളരെ ആസൂത്രിതമായ ഒരു അന്വേഷണം പോലീസ് നടത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ദിലീപിന്റെ ഈ വാദമുഖങ്ങളെ ഖണ്ഡിക്കാൻ ആവശ്യമായ എല്ലാ തെളിവുകളും ആ കേസ് ഡയറിയിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. ആ വിധത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കും മറിച്ചുള്ള വാദം? അതിനെ ഖണ്ഡിക്കത്തക്ക രീതിയിൽ പുതുതായി എന്തെങ്കിലും മുന്നോട്ട് വെക്കാൻ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ടോ? സൗമ്യ, സ്വാഭാവികമായും 4 ദിലീപും പൾസർ സുനിയും തമ്മിൽ കണ്ട് ഗൂഢാലോചന നടത്തി എന്നതിനുള്ള തെളിവുകൾ തങ്ങളുടെ കൈവശമുണ്ട് എന്നാണ് പ്രോസിക്യൂഷന്റെ പ്രധാന വാദങ്ങളിൽ ഒന്ന്. അത് കൃത്യമായി ഇപ്പോൾ ദിലീപ് ഖണ്ഡിക്കുന്ന അബാദ് പ്ലാസയിലേതടക്കം തൃശൂരിൽ ജോർജേട്ടൻ സിനിമയുടെ ലൊക്കേഷനിൽ, ഒപ്പം ഇടുക്കിയിലെ തൊടുപുഴയിൽ വഴിത്തല എഞ്ചിനീയറിംഗ് കോളേജിന്റെ ചാപ്പലിന് മുന്നിലും മറ്റൊരു ഹോട്ടൽ, ദിലീപ് താമസിച്ച ഹോട്ടലിന് മുന്നിലും, ഈ 4 ഇടങ്ങളിലായി ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പറയുന്ന ഒരു കാര്യം. നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ദിലീപിന്റെ വാദങ്ങളിൽ ഒരിടത്തെ വാദത്തെ മാത്രമേ, അതായത് അബാദ് പ്ലാസയിലെ കാര്യം മാത്രമേ നിഷേധിച്ചിട്ടുള്ളൂ. അതിനൊരു കാരണമുണ്ട്. ഈ അബാദ് പ്ലാസയിൽ റിഹേഴ്സൽ നടക്കുമ്പോൾ മാത്രമേ മുകേഷ്
ഡ്രൈവർ ആയിരുന്നുള്ളൂ പൾസർ സുനി. മറിച്ച് മറ്റു 3 സ്ഥലങ്ങളിലും ആ സമയത്ത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പൾസർ സുനി പ്രവർത്തിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വാദങ്ങൾ മറ്റു 3 ഇടങ്ങളിലും ആവർത്തിക്കാൻ ദിലീപിന് കഴിയാത്ത സാഹചര്യമുണ്ട്. സ്വാഭാവികമായും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വാദത്തിന്റെ ഇത് പ്രധാനപ്പെട്ട മെറിറ്റായ ഒരു കാര്യമാണ്. മാത്രവുമല്ല, നിരവധിയായ തെളിവുകൾ, നിരവധി സാക്ഷിമൊഴികൾ ഉൾപ്പെടെ ഇതിനകം തന്നെ പ്രോസിക്യൂഷനും പോലീസും ശേഖരിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം കേസ് ഡയറിയിൽ ഉണ്ടാവും. സ്വാഭാവികമായും അത് ദിലീപിന്റെ അഭിഭാഷകന് കണ്ണിക്കാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ജാമ്യാപേക്ഷയുടെ കോടതിയിലെ വിധി. സാലിം മുഹമ്മദ് ആണ് വിവരങ്ങൾ നൽകിയത്. ദിലീപ് ജാമ്യാപേക്ഷ നൽകിയ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.